ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി പോകുന്ന ഗുണ്ടിൽപ്പെട്ടേക്കാണ്. ഒരു ഉച്ചച്ചിരി സമയത്തിന് ഞങ്ങൾ ഇറങ്ങി. ഉച്ചക്കൊന്നും കഴിക്കാത്തോണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. പോകുന്ന വഴിക്ക് 2 ഷവർമ വാങ്ങി വണ്ടിയിലിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെയും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയും കഴിച്ചു. വാരിച്ച് സ്വന്തം തന്നെ ഇങ്ങനെ കഴിക്കണ്ടേ, എന്തൊക്കെ പണി. അതുകൊണ്ട് ഞാൻ ഉമ്മച്ചിനെ സോപ്പിട്ട് ഉമ്മച്ചിനോട് വായിത്തരാൻ കുട്ടികളെ മനസ്സായോണ്ട് ഞാൻ ഒരു മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഫുൾ സെറ്റപ്പ് അല്ലേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഡ്രൈവ് കണ്ടിട്ട് എനിക്ക് വിടാൻ തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഒരു 2 months 3 months കൂടുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ ഫോറസ്റ്റ് വഴി പോകും. അതിനൊക്കെ നല്ല റിലാക്സ് ആയി ഫ്രഷ് ആയിരിക്കാൻ നമുക്ക്. ഈ കന്നഡേന്റെ ബോർഡ് ഉണ്ടപ്പോഴാണ് സ്റ്റേറ്റ് വിട്ടുന്നുള്ള സമാധാനം. ആന എന്ന് പറഞ്ഞിട്ട് വേഗം സൈഡിലേക്ക് നോക്കുമ്പോണ്ട് 2 ആനകൾ. ഒന്നിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയത് ഓർമ്മയുള്ളൂ. അപ്പത്തേക്ക് ഈ പോക്കില് മാനിന് പകരം ഫുൾ ആനകൾ ഇനുട്ടോ. അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദാഹിച്ച് അപ്പൊ ഒരു ഇളനീരും കൂടി കുടിച്ചു. സൺഫ്ലവറിന്റെ കൂടെ ഫോട്ടോ എടുക്കലൊക്കെ ഓൾഡ് ഫാഷൻ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പണ്ടൊക്കെ അതിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടലിന് മെയിൻ പരിപാടി. അങ്ങനെ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഇത് കണ്ടിട്ട് എന്താ ചോദിച്ചാൽ ചെക്കനെ ഞങ്ങൾ ചെറുതായിട്ട് നമ്മൾ ഇവിടെ പൈസ അടച്ച് എവിടെ ഇനി നമുക്ക് അപ്പുറത്ത് അവിടെ ഒരു ബോർഡ് കണ്ടോ, അവിടെ ഏതെങ്കിലും ഒരു ബോർഡിൽ നമുക്ക് നിർത്തിയാൽ നമുക്ക് ചായയും കടിയും തരും. നിനക്ക് എന്താ കടി എന്താ വേണ്ട പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ദാഹം തീർത്തില്ല. അപ്പൊ വണ്ടിനെ ദാഹം കൂടി തീർക്കാം. അതുകൊണ്ട് കുറച്ച് ഡീസൽ അടിച്ചു. ഞങ്ങൾ പാട്ടൊക്കെ നല്ല വൈബാക്കി പോകുമ്പോഴാണ് നമ്മളെക്കാൾ വൈബാക്കുന്ന ആൾക്കാർ ഞങ്ങൾ മുന്നിൽ കണ്ടു. ആ ചേച്ചി നോക്കുന്നുണ്ടെങ്കിൽ എനിക്കും ക്യൂരിയോസിറ്റി ഞാൻ ഒരു ഹായ് കൊടുത്തു. ചേച്ചി പിന്നെ ഇപ്പുറത്തോരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹായ് എന്ന്. ഇവിടെയൊക്കെ പിന്നെ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടൊക്കെ എങ്ങനെ വേണം പോകാൻ തോന്നുന്നു. എല്ലാവർക്കും ഒന്ന് കൂളായിട്ട് യാത്ര കുറച്ചും അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഉമ്മമാരുള്ള വണ്ടിയാണ്. ഒരു മുന്നിലാണോ ബാക്കിലാണോ ഒന്നും അറിയില്ല, റേഞ്ചും ഇല്ല. അങ്ങനെ ഞങ്ങളൊരു കടയിൽ നിർത്തിയിട്ട് അവിടുത്തെ ഫോണിൽ വാങ്ങി വിളിച്ചു നോക്കി. ഓർക്ക് റേഞ്ച് ഇല്ലാത്തോണ്ടൊന്നും ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് വെക്കാൻ തീരെ പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു റെസ്റ്റോറന്റ് മുന്നിൽ നിർത്തിയിട്ട് പുറത്തേക്കല്ല സേഫ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചു വണ്ടി കയറി വെയിറ്റ് ചെയ്യൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയായി. കാരണം ചെക്ക് പോസ്റ്റ് അടക്കുന്നതിന് മുന്നേ അതിന്റെ ഉള്ള കാരണം. അതുകൊണ്ട് ഒന്നുകൂടി സെക്യൂരിറ്റിന്റെ ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓരെ കിട്ടി. ഞാൻ നോർത്ത് അറിയാ, നീ സൗത്ത് അറി, ഈ വെസ്റ്റ് അറി, കുറച്ചേരം പോരെ കിട്ടിട്ട് ഊര് പോയി ഗൂഡല്ലൂർ എത്തി പോലും. വെയിറ്റ് ചെയ്ത ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചായ കുടിച്ച് പിന്നെ റിസോർട്ട് വെറുതെ കയറി. ലാഭായി, ആനേനെയും പുലിനൊക്കെ അടുത്തത് കാണാൻ പറ്റി. അങ്ങനെ പിന്നെ ചെക്ക് പോസ്റ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ അവിടത്തോണ്ട് ഞങ്ങൾ ഓടി. ശാലുവാണ് തമാശ പറഞ്ഞു ഈ ചെക്കനെ കരിപ്പിക്കുകയും ചെയ്തു. ഇവനാകെ പെട്ട അവസ്ഥ. പിന്നെ ഞാനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡീലാക്കി ഞങ്ങൾ നേരെ പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.